കൂടെ വന്നവരവിടെ മുൻവശത്ത് നിൽക്കുന്നവര്. കയ്യിൽ കാശ് എത്രയുണ്ട്? കാശോ? എന്റെ അച്ഛനായതുകൊണ്ട് പുകഴ്ത്തി പറയല്ല. ഭയങ്കര അഴിമതി വീരനാ. കോളക്കമ്പനിക്കാർ കൊടുത്തതിനേക്കാൾ കൂടുതൽ കൊടുക്കാനുണ്ടെങ്കിൽ കാര്യം എളുപ്പം. അനാവശ്യം പറയാതെടാ. മോളുടെ കാര്യം ഞാൻ പോയി ഇവന്റെ അച്ഛനോട് പറഞ്ഞിട്ട് വരാം. ശരി. പിന്നെ വിളിച്ചത് കാര്യാക്കണ്ട കേട്ടോ. എന്ത്? പെങ്ങളെന്ന്. ഓ അതിനെന്താ, അങ്ങനെ കണ്ടോളൂ. അയ്യോ അങ്ങനെ കാണാൻ പറ്റില്ല. എനിക്ക് ഇപ്പൊ തന്നെ 3 പെങ്ങന്മാരുണ്ട്. ഇനി ഒരെണ്ണം കൂടി താങ്ങാനുള്ളൊരു കപ്പാസിറ്റി എനിക്കില്ല. അതുകൊണ്ട് തനിക്ക് തന്റെ പഴയ സ്റ്റാൻഡ് തന്നെ മതി. പഴയ സ്റ്റാൻഡോ? ആ, കുട്ടിക്കാലത്ത് ഞാനൊരു ലവ് ലെറ്ററിയും ഒരു കത്ത് ഞാൻ തന്നില്ലേ. അന്നത് തമാശയായിട്ട് തോന്നിയെങ്കിലും പിന്നീട് ആ തമാശ എന്റെ കൂടെ വളർന്നു വളർന്ന് ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ സീരിയസ് ആയി. അന്ന് ഞാൻ സീരിയസ് ആയിരുന്നു. പക്ഷേ ഞാൻ വളർന്നപ്പോ ആ സീരിയസ് എന്റെ കൂടെ വളർന്ന് വളർന്ന് ഇപ്പൊ നേരിൽ കണ്ടപ്പോ തമാശയായി. അതെന്താ? എനിക്ക് ബുദ്ധി വെച്ചതാ. വെറുതെ ഒന്ന് പോരുന്നേ. ആ മോളെ, ഞാനവന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ലും. കാത്തിരിക്കുക അവിടെ. ശരി. അതെ, വെറുതെ എന്തിനാ താൻ അങ്ങോട്ട് ചെല്ലുമ്പോ ഇപ്പൊ എന്താ ഉണ്ടാവണമെന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അച്ഛൻ. ആ വരൂ വരൂ വരൂ. ലക്ഷ്മി പറഞ്ഞു ദേവകിയുടെ മോള് വന്നിട്ടുണ്ടെന്ന്. നീ അങ്ങ് വളർന്നു പോയല്ലോ. നിവേദനം എടുത്ത് കൊടുക്കുന്നു. എന്താ ഇത് നിവേദനം? ഓ, കുടിവെള്ള പ്രശ്നം ലക്ഷ്മി പറഞ്ഞു. തൊട്ടടുത്ത് പഞ്ചപുച്ഛം അടക്കി നോക്കി നിൽക്കുന്ന പിയേഴടുത്ത് നിവേദനം കൊടുത്തുകൊണ്ട് കാര്യങ്ങളൊക്കെ വിശദമായി പഠിച്ച് വേണ്ട നടപടികൾ ഉടനെ എടുത്തേക്കണം. പിയെ. ഇതാരാന്നറിയോ? ദേവകിയുടെ മോള്. അമ്മയ്ക്കൊക്കെ സുഖം തന്നെയല്ലേ? ആ എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. 10 മുമ്പ് തിരുവനന്തപുരത്ത് എത്തണം. തൊട്ടുപിറകെ പോകുന്ന പിയെ നിവേദനം ചുരുട്ടിക്കൂട്ടുന്നു. എന്തിനാ അച്ഛൻ ഇങ്ങനെ കളിയാക്കണേ? നന്നല്ല കേട്ടോ. എന്നാ വേഗം ചെല്ല് ചെല്ല്. ആ വരൂ വരൂ വരൂ. ലക്ഷ്മി പറഞ്ഞു ദേവകിയുടെ മോള് വന്നിട്ടുണ്ടെന്ന്. നീ അങ്ങ് വളർന്നു പോയല്ലോ. എന്താ ഇത് നിവേദനം? ഓ, കുടിവെള്ള പ്രശ്നം അല്ലേ? ലക്ഷ്മി പറഞ്ഞു കാര്യങ്ങൾ വിശദമായി പഠിച്ച് വേണ്ട നടപടികൾ ഉടനെ എടുക്കാൻ പറഞ്ഞേക്കണം. ആരാന്നറിയോ? ഇല്ല. നമ്മുടെ ദേവകിയുടെ മോളാ. ആണോ? വീട്ടിൽ അമ്മയ്ക്കൊക്കെ സുഖം തന്നെയല്ലേ? ആ എന്താ ഞാൻ ഇറങ്ങട്ടെ. 10 മുമ്പ് തിരുവനന്തപുരത്ത് എത്തണം. 2 തറക്കല്ലൊരു നാടമുറി. ഇപ്പൊ എങ്ങനെയുണ്ട്? മന്ത്രിയുടെ വഴിക്കൊന്നും കാര്യങ്ങൾ നടക്കില്ല, നടത്തില്ല.